ഡിയർ ചിൽഡ്രൻ, അക്കൗണ്ടൻസി ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ KGC നാരിയുടെ ടെക്സ്റ്റിലെ പേജ് നമ്പർ 7.10 ഇല്ലസ്ട്രേഷൻ 4 റെഡ്യൂസിങ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡിൽ ചെയ്യുന്ന വിധമാണല്ലോ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ റെഡ്യൂസിങ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് അല്ലെങ്കിൽ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ക്വസ്റ്റിൻ്റെ അർത്ഥമൊക്കെ ഞാൻ വിശദമായി പറഞ്ഞു തന്നിരുന്നു. അത് കേൾക്കാത്തവരുണ്ടെങ്കിൽ അത് കേട്ട ശേഷം വേണം ഈ ക്ലാസ് കേൾക്കുവാനായിട്ട്. അപ്പോൾ ഇതിൽ ഈ മെത്തേഡിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. നോക്കിക്കേ, ജനുവരി 1, 2015 മെഷീനറി വാങ്ങിക്കുന്നു അല്ലേ. 60,000 രൂപയുടെ മെഷീനറിയാണ്. 56,000 പ്ലസ് 4,000 ചേർത്ത് 60,000 രൂപയുടെ മെഷീനറി വാങ്ങുന്നു. അതിൻ്റെ എൻട്രിയാണ് ആദ്യം രേഖപ്പെടുത്തുന്നത് മെഷീനറി അക്കൗണ്ടിലേക്ക്. അതായത് മെഷീനറി അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് എന്നും പറഞ്ഞുകൊണ്ട് 1/1/15 60,000 രൂപ കാണിച്ചിരിക്കുന്നു. ഇനി ആ വർഷം വേറെ ഒന്നുമില്ല, അതുകൊണ്ട് ആ വർഷം അവസാനിക്കുന്ന ഡേറ്റ് 31/12/2015. ആ വർഷത്തെ ഡിപ്രീസിയേഷൻ എന്ന് പറയുമ്പോൾ 10% ആണ്. 60,000-ൻ്റെ 10%. 60,000 ഇൻറ്റു 10/100 6,000. ആ വർഷത്തെ പരിപാടി കഴിഞ്ഞു. ടോട്ടൽ ചെയ്യുന്നു, ബാലൻസ് ചെയ്യുന്നു. ടോട്ടൽ ചെയ്യുമ്പോൾ 60,000 ആണ് ഡെബിറ്റ് സൈഡിൽ കൂടുതൽ, അത് തന്നെ ഇപ്പുറത്തോട്ടും എഴുതുന്നു. അതിൽ നിന്ന് 6,000 കുറയ്ക്കുന്നു. ബാക്കി എത്രയുണ്ട്? 54,000. ആ 54,000 നിന്ന് 2015 ക്ലോസിംഗ് ബാലൻസ് അതിനെ 2016 ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നു. 1/1/16 ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറയുന്നത് 54,000. ഇനി ആ വർഷം 2016 കണ്ടോ, 1/1/2016 അഡീഷൻ ഈസ് മെയ്ഡ് ടു ദ മെഷീനറി for ₹30,000. നമ്മൾ ആദ്യം വാങ്ങിച്ച മെഷീനറിയിലേക്ക് 30,000 രൂപയുടെ ഒരു കൂട്ടിച്ചേർക്കൽ നടത്തുന്നു. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് 30,000 രൂപ പോകുന്നു. അതിൻ്റെ എൻട്രി എന്തെന്നാണ്? അപ്പോൾ മെഷീനറി അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് എന്നാണല്ലോ. അതാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1/1/16 ബാങ്ക് എന്നും പറഞ്ഞ് 30,000 രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി ആ വർഷം അവസാനിക്കുന്നു. ആ വർഷം അവസാനിക്കുമ്പോൾ നമ്മൾ ആദ്യം വാങ്ങിച്ചതിനും ഈ അഡീഷനുമുള്ള ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. നോക്കിക്കേ, ഇവിടെ നമ്മൾ ചെയ്യുന്നത് റെഡ്യൂസിങ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് അല്ലെങ്കിൽ ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഏതിൻ്റെ വേണം 10% കാൽക്കുലേറ്റ് ചെയ്യാൻ? ഇപ്പോൾ ഫസ്റ്റ് മെഷീനറിയുടെ ആണെങ്കിൽ ബാലൻസ് എന്ന് പറയുന്നത് ഇനി ആദ്യം വാങ്ങിച്ചതിന് ഇനി 54,000 അല്ലേ ഉള്ളൂ. അപ്പോൾ ഈ 54 ഡിമിനിഷിങ് ബാലൻസ് അല്ലെങ്കിൽ റെഡ്യൂസിങ് ഇൻസ്റ്റാൾമെൻ്റ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ വേണം, അല്ലാതെ ടോട്ടൽ കോസ്റ്റ് ഇതിൻ്റെ അല്ല. നമ്മൾ ചെയ്യുന്ന മെത്തേഡിനനുസരിച്ച് ഇവിടെ മാറുകയാണ്. കണ്ടോ, അപ്പോൾ ഇവിടെ 54,000 ഇൻറ്റു 10/100 അതാണ് ഇവിടെ 5,400 എന്ന് കാണിച്ചിരിക്കുന്നത്. ഇനി അതുകൊണ്ട് തീർന്നില്ലല്ലോ, നമ്മളിവിടെ ഒരു അഡീഷണൽ നടത്തിയിട്ടുണ്ട് അല്ലേ, കൂട്ടിച്ചേർക്കൽ നടത്തിയിട്ടുണ്ട് 30,000. ആ 30,000-ൻ്റെയും അതും 1-ാം തീയതി തന്നെയാണ്, ജനുവരി 1 തന്നെയുള്ളതാണ്. അപ്പോൾ ഫുൾ ഇയറിൽ വേണം. അപ്പോൾ അതിൻ്റെ ആ 30,000-ൻ്റെ 10% കൂടെ വേണം. അപ്പോൾ 30,000 ഇൻറ്റു 10/100 അതെത്രയാണ്? 3,000. ഇപ്പം ടോട്ടൽ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 5,400 പ്ലസ് 3,000 8,400 ആ വർഷത്തെ ടോട്ടൽ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അതായത് നമ്മൾ ചെയ്യുന്നത് റെഡ്യൂസിങ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡിലാണ്. അതുകൊണ്ടാണ് ഈ ബാലൻസിൻ്റെ 10% എടുത്തത്. അതും പ്ലസ് ഇവിടെ ഒരു 30,000-ൻ്റെ അഡീഷൻ വന്നിട്ടുണ്ട്, അതുകൂടെ ചേർത്തിട്ട് ടോട്ടൽ 5,400 300 കൂടി ചേർത്ത് 8,400 ടോട്ടൽ ഡിപ്രീസിയേഷനായിട്ട് കാണിക്കേണ്ടത്. ആ വർഷത്തെ പരിപാടി കഴിഞ്ഞു. ടോട്ടൽ ചെയ്യുക, ബാലൻസ് ചെയ്യുക. ടോട്ടൽ ചെയ്യുമ്പോൾ ഡെബിറ്റ് സൈഡാണ് കൂടുതൽ, 84,000 വരുന്നത്. അത് തന്നെ ഇപ്പുറത്തോട്ടും എഴുതുന്നു. അതിൽ നിന്ന് ഈ ഡിപ്രീസിയേഷൻ 8,400 കുറച്ച് കഴിയുമ്പോൾ ബാക്കി ബാലൻസ് CD എന്ന് പറഞ്ഞാൽ എത്രയാണ്? 75,600. അതായത് 2016 ക്ലോസിംഗ് ബാലൻസ് 75,600. അത് എന്തായിട്ട് വരണം? അടുത്ത വർഷം ആദ്യം തെറിയുമ്പോൾ എന്നാണ്? ജനുവരി 1, 2017 ഓപ്പണിംഗ്, അതായത് അടുത്ത വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് 75,600 വന്നിരിക്കുന്നു. മനസ്സിലായില്ലേ? ഇനി നമുക്ക് ആ വർഷവും ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യണം. ആ വർഷം അവസാനിക്കുന്നത് 31/12/17 അല്ലേ. ഇനി ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വരട്ടെ. അതിന് മുമ്പ് ആ ചോദ്യത്തിനകത്ത് 2017 ഒരു സെക്കൻഡ് ഹാൻഡ് മെഷീനറി വാങ്ങിക്കുന്ന കാര്യം പറയുന്നില്ലേ? നോക്കിക്കേ, on 1st July 2017 a second hand machinery is bought for ₹17,000
ആൻഡ് ഇമ്മീഡിയറ്റ്ലി സ്പെൻഡ് ₹3,000 ഓൺ റിപ്പയേഴ്സ്. അപ്പോൾ 17,000 രൂപ പ്ലസ് 3,000, അപ്പോൾ എത്രയാണ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്? 20,000 രൂപയുടെ മെഷീനറിയാണ്. അപ്പോൾ വാങ്ങിച്ച ഡേറ്റ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്നാണ് വാങ്ങിച്ചിരിക്കുന്നത്? 1/7/17. അപ്പോൾ മെഷീനറി അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് എന്ന് വെച്ചിട്ട് നമ്മൾ ബാങ്കിൽ നിന്ന് പറഞ്ഞ് 20,000 രൂപ എഴുതിയിരിക്കുന്നു. ഇനി ആ വർഷം നമ്മൾ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പോവുകയാണ്. എങ്ങനെയാണ്? അപ്പോൾ ഏതിൻ്റെയൊക്കെ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യണം? ഈ ബാലൻസിൻ്റെ, അതായത് ഇതിന് മുമ്പുള്ള 60,000-ൻ്റെ അതുപോലെ തന്നെ 30,000 അഡീഷൻ്റെയും അതിൻ്റെ എല്ലാം ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്തിട്ട് വരുന്ന ബാലൻസ് എത്രയാണ്? 75,600 അല്ലേ? അപ്പോൾ നമ്മൾ ചെയ്യുന്ന റെഡ്യൂസിങ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡാണ്, അല്ലെങ്കിൽ ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡാണ്. അപ്പോൾ ഇതിൻ്റെ ഈ 75,600-ൻ്റെ 10% അതെന്ന് പറയുന്നതാണ് ഈ 7,560 എന്ന് പറയുന്നത്. അത് കിട്ടിയിരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഇവിടെ ജസ്റ്റ് ഒന്ന് കുറിച്ചിട്ടേക്കാം. 75,600 ഇൻറ്റു 10/100 പ്ലസ്, അപ്പം ഇതാ അങ്ങനെ കിട്ടിയിരിക്കുന്നതാണ്. പിന്നെ ഈ 1000 എങ്ങനെയാണ് വന്നിരിക്കുന്നത്? ഈ അഡീഷണൽ മെഷീനറി ഇല്ലേ, നമ്മൾ ഈ സെക്കൻഡ് ഹാൻഡ് മെഷീനറി വാങ്ങിച്ചിട്ടില്ല 20,000, അഡീഷണൽ അല്ല സെക്കൻഡ് ഹാൻഡ് മെഷീനറി 20,000 വാങ്ങിച്ചിട്ടുണ്ട്. വാങ്ങിച്ച ഡേറ്റ് എന്നാണ്? ജൂലൈ 1. അപ്പോൾ അത് നമ്മൾ ഈ അക്കൗണ്ടിങ് ഇയറിൽ, അപ്പോൾ ഈ ജൂലൈ 1 തൊട്ട് 2017 ജൂലൈ 1 തൊട്ട് 2017 ഡിസംബർ വരെ നമ്മൾ ഉപയോഗിക്കുന്നില്ലേ? അതായത് എത്ര മാസമുണ്ട്? ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, 6 മാസം നമ്മളത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ, അപ്പോൾ 20,000-ൻ്റെ, അപ്പോൾ അതാണ് ഇവിടെ 1000 കിട്ടിയിരിക്കുന്നത്. അതായത് എങ്ങനെയാണ്? 20,000 ഇൻറ്റു 10/100 ഇൻറ്റു 6/12 അത് അപ്പോഴാണ് എത്ര കിട്ടുന്നത്? ഈ 1000 കിട്ടിയിരിക്കുന്നത്. അങ്ങനെയാണ്, അറിയാമല്ലോ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ ഇപ്പം നമ്മളെല്ലാ അതുവരെയുള്ള എല്ലാ മെഷീനറിയുടെ ഡിപ്രീസിയേഷൻ ആ വർഷത്തെ പ്രൊവൈഡ് ചെയ്തു. ഇപ്പോൾ ടോട്ടൽ ഡിപ്രീസിയേഷൻ തരുന്നത് എത്രയാണ്? ഈ 7,560 ഈ 1000 കൂടി ചേരുന്നു. അപ്പോൾ എത്രയാണ്? 8,560. ആ ഡിപ്രീസിയേഷൻ നമ്മൾ എമൗണ്ട് കോളത്തിലേക്ക് എഴുതിയിരിക്കുന്നു. ആ വർഷത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യുന്നു? ടോട്ടൽ ചെയ്യുന്നു, ബാലൻസ് ചെയ്യുന്നു. അപ്പോൾ ടോട്ടൽ ചെയ്യുമ്പോൾ ഡെബിറ്റ് സൈഡിലാണ് കൂടുതൽ, 95,600 വരും. അത് തന്നെ ക്രെഡിറ്റ് സൈഡിലേക്കും ടോട്ടൽ ചെയ്തിട്ടിരിക്കുന്നു. അതിൽ നിന്ന് ഈ ഡിപ്രീസിയേഷനായ 8,560 കുറയ്ക്കുന്നു. അപ്പം കിട്ടുന്നതാണ് ബാലൻസ് CD അല്ലേ? അതായത് 2017 ക്ലോസിംഗ് ബാലൻസ് 87,040 രൂപയാണ്. അതെന്ന് പറയുന്നത് അടുത്ത വർഷം ആദ്യത്തെ എന്ന് പറയുമ്പോൾ ഡേറ്റ് എന്നാണ്? 1/1/18. 1/1/18 ബാലൻസ് ആയിട്ട് വന്നിരിക്കുന്നു. കണ്ടോ? ഓപ്പണിംഗ് ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞ് 87,040 രൂപ വന്നിരിക്കുന്നു. ഇത്രയും മനസ്സിലായല്ലോ. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇവിടെ ഈ വാങ്ങിച്ച 2017 വാങ്ങിച്ച സെക്കൻഡ് ഹാൻഡ് മെഷീനറി എന്ത് ചെയ്യുന്നു? വിൽക്കുന്നു. അപ്പോൾ അതിൻ്റെയും ഡിപ്രീസിയേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. നമ്മൾ യൂസ് ചെയ്യുന്നത് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡാണ്. അപ്പം ആ ഒരു മെത്തേഡിൽ നമ്മൾ ഈ 2018 ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അല്പം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയെന്നാൽ വളരെ എളുപ്പമാണ്. അപ്പം നോക്കാം, നമ്മൾ ചെയ്യുന്നത് റെഡ്യൂസിങ് ബാലൻസ് മെത്തേഡിലാണ്. അപ്പം ഇനി നമ്മൾ ഇതിൻ്റെ ബാലൻസ് നേരെ എടുത്തു കഴിഞ്ഞാൽ ശരിയാകില്ല. കാരണം നമ്മൾ ഈ മെഷീനറി ഇവിടെ ഈ 20,000-ൻ്റെ മെഷീനറി നമ്മൾ 6 മന്തേ ഇവിടെ ഉള്ളൂ, ഇവിടെ 6 മന്തേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നേരെ ഇതിൻ്റെ 10% എന്ന് പറഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ അത് തെറ്റിപ്പോവും. അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഈ മെത്തേഡിൽ ചെയ്യുമ്പം അതിൻ്റെ തൊട്ടു മുകളിലുള്ള ഒന്നുകിൽ നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം. അതായത് ഇവിടം വരെ 75,600 ഈ ബാലൻസ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഇതിൽ നിന്ന് ഈ വർഷം കൊടുത്തിരിക്കുന്ന ഡിപ്രീസിയേഷൻ കുറയ്ക്കണമല്ലോ, ഡിമിനിഷ് ചെയ്യല്ലേ, കുറച്ചിട്ട് വേണ്ട അടുത്തതിൻ്റെ വേണ്ട ബാലൻസ് 10% കാണാൻ. അപ്പോൾ ഈ 75,600 നിന്ന് ഈ 7,560 കുറയ്ക്കണം. എന്നിട്ട് അതിൻ്റെ 10% കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ എഴുതണം: 10% ഓഫ് ഈ 75,600 മൈനസ് 7,560. അപ്പോൾ ഇതിൽ നിന്ന് ഈ ഡിപ്രീസിയേഷൻ കുറഞ്ഞിട്ടുള്ള ബാലൻസിൻ്റെ വേണമല്ലോ നമ്മൾ കാണാൻ. അപ്പോൾ ഇതിൽ നിന്ന് ഇതിൻ്റെ 10% കണ്ടെത്തണം. അപ്പോൾ ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുമ്പം 68,040 എന്നാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ 10%, അപ്പോൾ ഇത് കുറച്ചിട്ടെന്ന് പറയുമ്പോൾ ഈ എമൗണ്ട് അത് ഇൻറ്റു 10/100. അപ്പോൾ എത്ര വരും? 6,804 എന്ന് വരും. അത് തീർന്നില്ലല്ലോ. പിന്നെ അതേ ഇവിടെ 20,000-ൻ്റെ മെഷീനറി ഇല്ലേ, അപ്പോൾ ഈ 20,000-ൽ നിന്ന് ആ വർഷം ആ മെഷീനറിക്ക് 1,000 രൂപയല്ലേ പ്രൊവൈഡ് ചെയ്തത്.
അപ്പോൾ ഈ 20,000 നിന്ന് ഈ 1,000 കുറയ്ക്കണം. 20,000 നിന്ന് 1,000 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടുന്ന 19,000. അതിൻ്റെ 10%. അപ്പോൾ 10% ഓഫ് ഹാഫ് ഇയർ ഡിപ്രീസിയേഷൻ ഓഫ് 20,000 മൈനസ് 1,000. അപ്പോൾ ഈ 20,000 മൈനസ് 1,000 എന്ന് പറഞ്ഞാൽ എത്ര വരും? 19,000. അപ്പോൾ 19,000 ഇൻറ്റു 10/100 ഇൻറ്റു 6/12 അല്ലേ? അതായത് അത് നമ്മൾ 6 മാസമല്ലേ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അതിൻ്റെ നമ്മൾ 6 മന്തിലെ ഡിപ്രീസിയേഷനാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 10% ഓഫ് ഹാഫ് ഇയർ ഡിപ്രീസിയേഷൻ എന്ന് പറയുമ്പം എത്ര മാസത്തെ വരും? അതായത് 6 മന്തിലെ അല്ലേ? അതായത് 10% ഓഫ് ഹാഫ് ഇയർ ഡിപ്രീസിയേഷൻ ഓഫ് 20,000 മൈനസ് 1,000. അതായത് 20,000 രൂപയുടെ ഈ മെഷീനറിക്ക് നമ്മൾ കഴിഞ്ഞ വർഷം 1,000 രൂപ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടല്ലോ ഇത്. അപ്പോൾ അത് കുറച്ചിട്ടുള്ള ബാലൻസിൻ്റെ 10% വേണ്ടേ? അപ്പോൾ അത് കുറച്ചിട്ടുള്ള ബാലൻസ് എന്ന് പറയുമ്പോൾ 20,000 നിന്ന് 1,000 പോയെന്നാൽ എത്ര വരും? 19,000. അപ്പം 19,000-ൻ്റെ 10% എന്ന് പറയുമ്പം എത്ര വരും? 10/100. പിന്നെ അതെന്ന് പറയുന്നത് എത്ര മാസത്തെ മതി? 6 മാസത്തെ പോരെ, അല്ലെങ്കിൽ ഹാഫ് ഇയറിലെ പോരെ. അപ്പോൾ 6 മാസത്തെ മതി ആയതുകൊണ്ട് 6/12 ഇടുന്നു. അതായത് 6 മാസം മാത്രമേ നമ്മൾ 2018 ഉപയോഗിക്കുന്നുള്ളൂ. അതിനുശേഷം നമ്മൾ ആ സെക്കൻഡ് ഹാൻഡ് മെഷീനറി വിൽക്കുമല്ലേ. അപ്പോൾ അതുകൊണ്ട് 6 മന്തിൽ. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 950 കിട്ടും. അങ്ങനെ ആകുമ്പോൾ ടോട്ടൽ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടി ടോട്ടൽ ചെയ്യുമ്പോൾ 7,754 കിട്ടും. അതാണ് 2018 ഡിപ്രീസിയേഷൻ, ടോട്ടൽ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടോ, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 6,804 ഈ കിട്ടിയിരിക്കുന്നത് പ്ലസ് 950 രണ്ടും കൂടെ ചേർത്ത് 7,754. അപ്പോൾ ഒന്നുകിൽ നമുക്ക് ഇങ്ങനെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ചിട്ട് ഇതിൽ നിന്ന് ഈ ഡിപ്രീസിയേഷനും ഈ 20,000 നിന്ന് ഇതും കൂടെ കുറച്ച ശേഷമുള്ളതിൻ്റെ 10% വേണം കാൽക്കുലേറ്റ് ചെയ്യാൻ. അങ്ങനെ ഇനി അങ്ങനെ അല്ല എങ്കിൽ ഈ ഒരു രീതിയിലും വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പം നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ബാലൻസ് ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് നമ്മൾ വിൽക്കുന്ന മെഷീനറിയുടെ ആ ഇയറിൽ ഡിപ്രീസിയേഷൻ കുറച്ചിട്ടുള്ള തുക 10% ഓഫ് 87,040 മൈനസ് 19,000. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഈ സെക്കൻഡ് ഹാൻഡ് മെഷീനറി വിൽക്കുന്നത്, ആ സെക്കൻഡ് ഹാൻഡ് മെഷീനറിയുടെ ആ 6 മാസത്തെ ഉപയോഗത്തിന് ശേഷം കിട്ടുന്ന വില എന്ന് പറഞ്ഞാൽ 19,000 അല്ലേ? അത് കുറച്ചിട്ടുള്ളതിൻ്റെ 10%. അപ്പോൾ എത്ര വരും? 68,040. അത് ഇൻറ്റു 10% 6,804 പ്ലസ് അതിൻ്റെ കൂടെ 10% ഓഫ് ഹാഫ് ഇയർ ഡിപ്രീസിയേഷൻ. ഏത്? നമ്മൾ വിൽക്കുന്ന മെഷീനറി നമ്മൾ 6 മാസം ഉപയോഗിക്കുന്നില്ലേ 2018 വിൽക്കുന്ന മെഷീനറിയുടെ ഡിമിനിഷിങ് ബാലൻസ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഇയറിലെ ഡിപ്രീസിയേഷൻ കുറച്ചിട്ട് ബാക്കി പിന്നെ എത്രയേ ഉള്ളൂ? ഇത് ഫസ്റ്റ് ഇയറിലെ ഡിപ്രീസിയേഷൻ നമ്മൾ ആദ്യത്തെ 6 മാസം ഡിപ്രീസിയേഷൻ കുറച്ചിരിക്കുന്നത് 20,000 നിന്ന് 1,000 കുറച്ചു. അപ്പോൾ 19,000. 19,000 ഇൻറ്റു 10/100 അതിൻ്റെ 6 മന്ത് അല്ലെങ്കിൽ ഹാഫ് ഇയറെ നമ്മൾ ഉപയോഗിക്കുന്നുള്ളല്ലോ ആ വർഷം. അതെന്ന് പറയുമ്പോൾ എത്ര വരും? 9,050. അപ്പോൾ ഇത് രണ്ടും കൂടി ടോട്ടൽ എഴുതുന്നാലും നമുക്ക് ആ വർഷത്തെ ഡിപ്രീസിയേഷൻ, ടോട്ടൽ ഡിപ്രീസിയേഷൻ 7,754 കിട്ടും. അപ്പോൾ ഈ 2 രീതിയിലും ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യുക. അപ്പോൾ ഇവിടെ ഇതിൽ നിന്ന് ഇത് കുറച്ചിട്ട് ആണ് ചെയ്യുന്നതെങ്കിൽ ഈ രീതിയിൽ വേണം ചെയ്യാനായിട്ട്. ഈ ബാലൻസ് എടുക്കുന്നതെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ വിൽക്കുന്ന മെഷീനറിയുടെ ഫസ്റ്റ് ഇയറിലെ ഡിപ്രീസിയേഷൻ കഴിച്ചിട്ടുള്ള തുകയുടെ 10% വേണം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. അത്ര ഒന്ന് ഓർത്തിരുന്നാൽ മതി. പിന്നെ രണ്ടാമത് വിൽക്കുന്ന മെഷീനറിയുടെ നമ്മൾ എത്ര മാസം എത്ര നാൾ യൂസ് ചെയ്ത് അത് സെയിം തന്നെ. അപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ഡിപ്രീസിയേഷൻ, ടോട്ടൽ ഡിപ്രീസിയേഷൻ കണ്ടുപിടിച്ചു. എത്രയാണ്? 7,754. ഇനി എന്ത് ചെയ്യണം? നമ്മൾ ആ മെഷീനറി വിൽക്കുമല്ലേ, ആ വിൽക്കുമ്പോൾ കിട്ടുന്ന വില എത്രയാണ്? ഇവിടെ കണ്ടോ, 2018 മെഷീനറി ബോട്ട് ഓൺ 1 ജൂലൈ 2017 സോൾഡ് ₹4 16,500. വിറ്റപ്പോൾ കിട്ടിയ വിലയാണ് 16,500 ആയിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്തതുപോലെ തന്നെ ഈ വിൽപ്പനയിൽ ലാഭമാണോ നഷ്ടമാണോ എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഇവിടെ നമ്മൾ സെപ്പറേറ്റ് കണ്ടുപിടിക്കണം. കാരണം റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിൽ ചെയ്യുമ്പോൾ സെയിം അല്ലല്ലോ, വ്യത്യാസം വരുന്നുണ്ടല്ലോ. ബുക്ക് വാല്യൂ ഇപ്പോൾ വ്യത്യാസം വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ എന്താണ്? നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മൾ വിൽക്കുന്ന മെഷീനറിയുടെ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 20,000 ആണ്.
അതായത് 17,000 3,000 കൂടി 3,000 റിപ്പയറിംഗ് ചാർജ് കൂടെ ചേർത്ത് 20,000 രൂപയാണ് കോസ്റ്റ്. അതിൽ നിന്ന് ആ മെഷീനറിക്ക് നമ്മൾ ഇതുവരെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഡിപ്രീസിയേഷൻ ഡിഡക്റ്റ് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് ബുക്ക് വാല്യൂ കിട്ടുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ നമ്മൾ 2017 നമ്മളത് ഒരു 6 മാസം യൂസ് ചെയ്തു. ആ മാസം നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1000 ആണ് അല്ലേ? കണ്ടോ, ഇവിടെ 1000 രൂപയാണ് നമ്മൾ ഈ മെഷീനറിക്ക് 1000 രൂപയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത് ആദ്യം കുറച്ചു. പിന്നെ വീണ്ടും 2018 നമ്മൾ 6 മന്ത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2018 ആ സെയിം മെഷീനറിക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഡിപ്രീസിയേഷൻ എത്രയാണ്? 950 ആണ്, 950 രൂപയാണ്. കണ്ടോ, ഇത് നമ്മൾ കണ്ടുപിടിച്ചില്ലേ വിൽക്കുന്ന മെഷീനറിയുടെ. അതായത് നമ്മൾ ഫസ്റ്റ് ഇയറിൽ കൊടുത്ത ഡിമിനിഷിങ് ബാലൻസ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ നമ്മൾ കൊടുത്തത് 1000 ആണ് ഡിപ്രീസിയേഷൻ. അത് കുറച്ചിട്ടുള്ള ബാലൻസിന്റെ 10% എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത്? 950 രൂപയാണ്. അപ്പോൾ അതാണ് നമ്മൾ ആ വിൽക്കുന്ന മെഷീനറിയുടെ രണ്ടാമത്തെ ഇയറിൽ 2018 ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അപ്പം ടോട്ടൽ 1950 രൂപയാണ് ഡിപ്രീസിയേഷൻ. അതിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബുക്ക് വാല്യൂ എന്താണ്? അപ്പോൾ ഈ കിട്ടിയിരിക്കുന്നതെന്ന് പറയുന്നത് എന്താണ്? ബുക്ക് വാല്യൂ സോൺ അല്ലേ? അപ്പം അതിൻ്റെ നേരെ ഒന്ന് എഴുതിയേക്കാം. ബുക്ക് വാല്യൂ സോൺ 1,7,18 18,050 രൂപയാണ് ബുക്ക് വാല്യൂ. വിറ്റപ്പോൾ കിട്ടിയ വില തന്നിട്ടുണ്ട് എത്രയാണ്? 16,500. അപ്പോൾ 18,050 രൂപ ബുക്ക് വാല്യൂ ഉള്ള മെഷീനറി നമ്മൾ 16,500 രൂപയ്ക്കാണ് വിറ്റതെന്ന് പറയുമ്പോൾ അവിടെയും എന്ത് തന്നെയാണ്? ലോസ് ആണ് അല്ലേ? അപ്പം ലോസ് എന്ന് പറയുന്നത് എത്രയാണ്? 1,550 രൂപയാണ് ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് നമ്മളിവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് ഇവിടെ 1,550 കാണിച്ചിരിക്കുന്നത് ലോസ് ആയതുകൊണ്ട്. ഇതിലും പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് ഇവിടെ എഴുതിയേനെ കേട്ടോ. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ ഇത് ലോസ് ആണ്. ലോസ് ആയതുകൊണ്ട് എന്ത് ചെയ്തിരിക്കുന്നു? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മെഷീനറി അക്കൗണ്ടിൽ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് 1,550. അപ്പോൾ ആ വർഷത്തെ മുഴുവൻ കാര്യങ്ങളും തീർന്നു. ടോട്ടൽ ചെയ്യുക, ബാലൻസ് ചെയ്യുക. ടോട്ടൽ ചെയ്യുമ്പോൾ 87,040 ഡെബിറ്റ് സൈഡാണ് കൂടുതൽ. അത് തന്നെ ഇങ്ങോട്ട് എഴുതിയിരിക്കുന്നു. അതിൽ നിന്ന് ഈ 16,500ഉം 1,550ഉം 7,754 കുറച്ച് കഴിയുമ്പോൾ വരുന്നതാണ് ബാലൻസ് എന്ന് പറയുന്നത്. അതെന്ന് പറഞ്ഞാൽ എത്രയാണ്? 61,236. അത് 2018 ക്ലോസിംഗ് ബാലൻസ് ആണ്. ആ 18 ക്ലോസിംഗ് ബാലൻസിനെ അടുത്ത വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നതാണ്. 1/19 ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞ് 61,236 എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് റെഡ്യൂസിങ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡിൽ അല്ലെങ്കിൽ ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡെന്നോ അല്ലെങ്കിൽ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡെന്നൊക്കെ ചോദിക്കാം. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഫുൾ സ്കോറും വാങ്ങിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ കാൽക്കുലേഷൻ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ അത് വിൽക്കുന്ന സമയത്തെ അതിൻ്റെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുഴുവൻ മാർക്കും മേടിക്കാം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. ഓക്കെ, താങ്ക് യു.